നമസ്കാരം. നമസ്തേ. CJPയുടെ സമരം ഇന്ത്യയിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിലോട്ട് പോകുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നോണം അതിൽ പ്രതിപക്ഷ നേതാവ് അടക്കം രാഹുൽ ഗാന്ധി അടക്കം നേരിട്ട് പങ്കെടുക്കുന്നു. ഇന്നലെ രാത്രി ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കന്മാരും വരുന്നു. അപ്പം ഇത് ഒരു പരിധിവരെ ഇപ്പം ഇന്നലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് ഇൻ്റലിജൻസിന് വലിയ തരത്തിലുള്ള വീഴ്ച പറ്റി എന്നുള്ളതും രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോകുന്നുള്ള ഒരു വിവരവും ഇൻ്റലിജൻസിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതും ഈ പറഞ്ഞ പോലെ പാർലമെൻറ്റ് ആക്രമണത്തിന് ശേഷം ഏറ്റവും വലിയ ഒരു ഗുരുതര വീഴ്ചയാണ് ഇന്നലെ സംഭവിച്ചത് എന്നുള്ള തരത്തിലൊക്കെ വാർത്തകളെല്ലാം മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അതിനെല്ലാം ശേഷം പിന്നീട് ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി നേരിട്ട് ആദ്യം ഒരു ട്വീറ്റ് അയക്കുന്നു. ട്വീറ്റിന് ശേഷം പിന്നീട് നേരിട്ട് വീഡിയോയിൽ ഇന്നലെ വരുന്നത് കണ്ടു. അപ്പം മണിപ്പൂർ വിഷയത്തിലടക്കം ഏകദേശം 3 മാസത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഈ പറഞ്ഞ പോലെ ഒരു എന്തെങ്കിലും അഭിപ്രായമായി മുമ്പോട്ട് വന്നത്. അത് കാശ്മീർ വിഷയത്തിലായാലും ശരി. അപ്പോൾ പലപ്പോഴും ഭയങ്കര വൈകി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി വീക്ഷിച്ചതിന് ശേഷമായിട്ടേ ഉള്ളൂ എന്നും നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ട്വീറ്റുകളും അല്ലെങ്കിൽ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വരാറുള്ളത്. പക്ഷേ ഈ CJP സമരവുമായി ബന്ധപ്പെട്ട് ഏകദേശം സോനം വാങ്ചുങ് 26 ദിവസമായിട്ട് സമരത്തിലായിരുന്നു. ഇന്നലെ അത് BJP നേതാക്കന്മാരെല്ലാം പോയി അത് നിരാഹാരം ഇല്ലാണ്ടാകുന്നു. അത് അവർ മനഃപൂർവ്വം കൃത്യമായിട്ട് പോകുന്നു. സോനം വാങ്ചുങ് ഇപ്പോൾ പലതരത്തിലുള്ള ആഖ്യാനങ്ങൾക്ക് പോകുന്നുണ്ട്. പലപ്പോഴും പല ആൾക്കാരും പറയുന്നത് ഇത് BJP കളിച്ച കളിയായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പങ്കുചേർന്നത്. അതെന്തോ ആയിക്കോട്ടെ, ഇങ്ങോട്ട് വരുമ്പം ഈ പറഞ്ഞ പോലെ അദ്ദേഹം നിരാഹാരം അവസാനിപ്പിക്കുന്നു. പക്ഷേ അപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെട്ടെന്ന് ഇത്തരത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നൊരു വിഷയമൊക്കെ നമ്മൾ കണ്ടു. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? മാത്രമല്ല നരേന്ദ്രമോദി ഇതിൻ്റെ ഭാഗമായി പറഞ്ഞത് എല്ലാ വിഷയവും കൃത്യമായി അന്വേഷിക്കുമെന്നും കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നും ഇതിൻ്റെ ഭാഗമായി തന്നെ അതിവേഗ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലോട്ട് ഈ കേസുകളെല്ലാം കൃത്യമായി മാറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം മുമ്പോട്ട് വെക്കുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ? ആദ്യം ഈ സമരം തുടങ്ങുന്നത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ജൂൺ 5-ാം തീയതിയാണ് തുടങ്ങുന്നത്. സമരം തുടങ്ങുന്നതിന് മുമ്പ് ഒരുപക്ഷെ അഭിജിത് ദീപ്കെ ഇന്ത്യയിൽ എത്തുമ്പോൾ തന്നെ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമെന്നും ജയിലിൽ അടയ്ക്കുമെന്നും അങ്ങനെയൊക്കെയുള്ള ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ജൂൺ 5-ാം തീയതി ജന്തർ മന്ദറിൽ ഉണ്ടായിരുന്ന സമരം അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് പതുക്കെ അതിന്റെ ഒരു ശക്തി നഷ്ടപ്പെട്ട് പോയതുപോലെ ആയിരുന്നു. പിന്നീട് അത് പൂനെയിലോട്ടും നാഗ്പൂരിലോട്ടും ഒക്കെ ആ സമരം മാറ്റി. അപ്പോൾ സർക്കാർ അതിൽ വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഭീഷണി കണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പെട്ടെന്ന് സർക്കാരിന് ആ ഒരു സമരത്തിന്റെ ഗൗരവം സർക്കാർ മനസ്സിലാക്കി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രതിരോധിക്കാനായിട്ട് BJPയുടെ ഒരു സംഘടനാ സംവിധാനം വളരെ ഊർജിതമാണ്. പക്ഷേ അപ്പോഴും BJPക്ക് ഉള്ളിലെ ചില പ്രതിസന്ധികൾ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. BJP പ്രസിഡന്റായ നിതിൻ നബിന് ഈ വിഷയത്തിൽ അത്ര കാര്യമായ ഇടപെടലൊന്നും നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവന തന്നെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇവിടെ ഞാൻ ഇതിനകത്ത് വിലയിരുത്തുന്ന ഒരു വസ്തുത, ഈ സമരം കേന്ദ്ര സർക്കാരിനെ ഈ സമരം കൊണ്ടൊന്നും അട്ടിമറിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവത്തെ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഇമേജിനെ, അദ്ദേഹത്തിന്റെ ഒരു റെപ്യൂട്ടേഷനെ ഈ സമരം കുറച്ച് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സർക്കാരിന്റെ നടപടിയിൽ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം പെട്ടെന്ന് തന്നെ 2 മന്ത്രിമാരെ ഈ സമരക്കാരുമായിട്ട് ചർച്ച നടത്താനായിട്ട് നിയോഗിച്ചു. JP നഡ്ഡ ഒന്ന്, പിന്നെ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള മന്ത്രിയാണ്. അതുപോലെ തന്നെ ലോക്സഭയിൽ ഈ വിഷയത്തിൽ ചർച്ച നടത്താമെന്ന് പ്രധാനമന്ത്രി സമ്മതിക്കുന്നു. അതിനുശേഷം പിന്നീട് ഇന്നലെ ഒരു വീഡിയോയിലൂടെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നു. സോനം വാങ്ചുക്കുമായിട്ട് ഒരു ധാരണയിൽ എത്തിച്ചേരുന്നു BJP. അപ്പൊ BJP ഇതിലെന്തോ ഒരു അപകടം ഈ ഘട്ടത്തിൽ BJPക്ക് തോന്നിയിട്ടുണ്ട്. തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ സമരം തണുപ്പിക്കാനായിട്ടുള്ള ഒരു നടപടികളുമായിട്ട് രംഗത്ത് വന്നത്. RSS ഈ സമരത്തിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പഴയകാല മുതിർന്ന BJP നേതാവായ ഡോക്ടർ മുരളി മനോഹർ ജോഷി വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതില് സർക്കാരിനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ ചില ആൾക്കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടാകും. ഈ പരീക്ഷയുടെ വിഷയമല്ലാതെ കാശ്മീർ വിഷയം അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് ഇതിനോടൊപ്പം ചേർന്ന ഒരു വിഭാഗം ആൾക്കാർ സംസാരിക്കുന്ന വീഡിയോകളൊക്കെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ തന്നെ അക്രമം നടത്തുന്നവരുണ്ട് എന്ന് ഉള്ള ഒരു വസ്തുത ചൂണ്ടിക്കാണിക്കുന്നു. അത് ഒക്കെ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം
ഈ സമരം ഒരു വലിയ കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കെട്ടുറപ്പുള്ള ഒരു സംഘടനാ സംവിധാനം ഇവർക്കില്ല. അവരുടെ കൂട്ടത്തിൽ വരുന്ന ആർക്കും ആ സമരത്തിൽ പങ്കുചേരാം. ആ കൂട്ടത്തിൽ വരുന്ന ഓരോരുത്തരെയും സ്ക്രൂട്ടണി ചെയ്യാനൊന്നും അവർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ഈ സമരം നേരിടുന്ന ഏറ്റവും വലിയ റിസ്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സമരക്കാർ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആവശ്യം അത് തികച്ചും ന്യായമായ ഒരു ആവശ്യമാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം പരീക്ഷകളിൽ സുതാര്യത അത് ആവശ്യമാണ്. പലപ്പോഴും പരീക്ഷകൾ ഇന്ത്യയിലെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് പരീക്ഷകളുടെ സുതാര്യത നഷ്ടപ്പെട്ടു. നീറ്റ് പരീക്ഷ ആദ്യത്തെ തവണയല്ല ഇപ്പോഴിങ്ങനെ ഒരു പ്രതിസന്ധിയെ നേരിടുന്നത്. നീറ്റ് പരീക്ഷ വളരെ കാര്യമായ ഒരു പ്രതിസന്ധിയെ 2021 മറ്റോ നേരിട്ടു. ഒരു തവണയും കൂടി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ 2 തവണ ഏറിയും കുറഞ്ഞുമുള്ള പ്രതിസന്ധികളിലൂടെ നീറ്റ് കടന്നുപോയി. ഇപ്രാവശ്യത്തെ CBSE പരീക്ഷയിലും അതുണ്ടായി. എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്ത് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷകൾ മാത്രമാണോ അപാകതയുള്ളത് എന്ന് ചോദിച്ചാൽ അല്ല. എല്ലാ സംസ്ഥാനം, ഇപ്പൊ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പണ്ടുതൊട്ടേ നടക്കുന്ന പരീക്ഷകളിലെല്ലാം അട്ടിമറിയും. അതുപോലെ PSC നടത്തുന്ന പരീക്ഷ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് മുഴുവൻ അട്ടിമറിയായി. പലപ്പോഴും ഈ കേരളത്തിലെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾക്ക് IAS കിട്ടുന്ന കണ്ട് ഞാൻ അതിശയിച്ചിട്ടുണ്ട്. എനിക്കിതിൽ പലരെ നേരിട്ടറിയാം. പല DCC പ്രസിഡന്റുമാരുടെയും മക്കളെ എങ്ങനെ സിവിൽ സർവീസ് അവർക്ക് കിട്ടിയെന്ന് ഞാൻ അതിശയിച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല, കാരണം എനിക്ക് അതിനെക്കുറിച്ച് വിശദാംശങ്ങളില്ല. അപ്പം ഇന്ത്യയിലെ സിസ്റ്റം അത്ര ക്ലീൻ ആണെന്ന് ഞാൻ കരുതുന്നില്ല. സിസ്റ്റം പലയിടത്തും പാളിച്ചകളുണ്ട്. അത് കോൺഗ്രസ് ഇരിക്കുമ്പോഴുണ്ട്. ഇപ്പൊ BJP ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു മറു ചോദ്യം എനിക്ക് ഇതിനകത്തിലുള്ളത്, നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കിയത് കോൺഗ്രസിന്റെ കാലത്തെ അഴിമതികൾ തുടരാനാണ്. കാര്യക്ഷമത ഇല്ലാത്ത ഭരണകൂടത്തെ മാറ്റി കാര്യക്ഷമതയുള്ള നേതാവിനെ കൊണ്ടുവന്നത് ഈ യൂജിയൻ സ്റ്റേബിൾ തൊഴുത്ത് ക്ലീൻ ചെയ്യാനാണ്. അത് പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വിമർശനം ഉണ്ടാകും. ആ വിമർശനത്തെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് ഈ വിഷയത്തിൽ തോന്നുന്ന ഒരു അഭിപ്രായം, ഈ സർക്കാരിന് ആദ്യം തന്നെ ഈ വിഷയം യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്ത് അത് വേണ്ട രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു എന്ന് കരുതുന്ന ആളാണ് ഞാൻ. കാരണം ഈ 1 മാസത്തിന് ശേഷമാണല്ലോ പെട്ടെന്ന് ഇത് ഊർജം വന്നത്. ഒരുപക്ഷെ പിന്നെ സർക്കാരിനെ അനുകൂലിക്കുന്ന ആൾക്കാർ പറയുന്നത് പോലെ ഇതിന് വിദേശ ഫണ്ടോ മറ്റു രീതിയിലുള്ള സഹായം ഒക്കെ ലഭിക്കുന്നുണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ലഭിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് സർക്കാരിന്റെ തന്നെ ജാഗ്രത കുറവാണ്. ഇടപെടേണ്ട സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ ഇടപെട്ടില്ല? എന്നിട്ട് ഇപ്പൊ കരഞ്ഞിട്ട് കാര്യമുണ്ട്? ഇപ്പൊ കിടന്ന് കരയുന്ന എന്തിനാണ്? നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്, നിങ്ങളുടെ കയ്യിൽ പോലീസുണ്ട്, നിങ്ങളുടെ കയ്യിൽ CBI ഉണ്ട്, IB ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇത്തരം ഏജൻസികളൊക്കെ കാര്യക്ഷമത ഇല്ലാതായി പോയോ എന്നല്ലേ അതിന്റെ അർത്ഥം. ഒരു സുപ്രഭാതത്തിൽ അവരുടെ ദൃഷ്ടിയിൽപ്പെടാതെ രാഹുൽ ഗാന്ധി നീങ്ങിയെങ്കിൽ, അല്ലെങ്കിൽ 40 ദിവസം 40-45 ദിവസം ലോ പ്രൊഫൈലായ ഒരു സമരം പെട്ടെന്ന് ഊർജ്ജം ഉൾക്കൊണ്ടെങ്കിൽ, ഇതിനിടയ്ക്കുള്ള സമയത്ത് ആ സമയം ഉപയോഗിച്ചു സമരക്കാര്. ഗവൺമെന്റിന് അത് ഉപയോഗിക്കാൻ പറ്റിയില്ല. ആരുടെ കുഴപ്പമാണ്? അധികാരം കയ്യിലുള്ള ആൾ അത് ഉപയോഗിച്ചില്ല. അത് കഴിവുകേടാണ്. അതിനാരെ കുറ്റപ്പെടുത്താനാണ്? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, വരും ദിവസങ്ങളിൽ മന്ത്രിസഭാ പുനഃസംഘടന നിശ്ചയമായിട്ടും ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം ചർച്ചയ്ക്ക് വിട്ട നഡ്ഡയെ നോക്കുക. BJPക്കുള്ളിൽ ഒരു ടീമുണ്ട്, പഴയ ABVP ടീം. ആ ടീമിലെ ആൾക്കാരാണ് JP നഡ്ഡ, ധർമ്മേന്ദ്ര പ്രധാൻ, പിന്നെ പഴയ മരിച്ചുപോയ അനന്ത്കുമാർ, കേരളത്തിൽ നിന്നുള്ള V മുരളീധരൻ. ഇവരൊക്കെ ആ ടീമിന്റെ ഭാഗമാണ്. ആ ടീമിലെ എല്ലാവരെയും ഒതുക്കിക്കഴിഞ്ഞു. JP നഡ്ഡയും പോയി കഴിഞ്ഞു. അവശേഷിക്കുന്ന വ്യക്തിയാണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മേന്ദ്ര പ്രധാനും സ്ഥാനം നഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അതൊരു മന്ത്രിസഭാ പുനഃസംഘടനയുടെ രൂപത്തിലായിരിക്കും ആ ഒരു കാര്യം ചെയ്യുന്നത്. കാരണം ഒറ്റയടിക്ക് പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാനെ സമരത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മാറ്റിയാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ആരോപണം, ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രത്യാഘാതം, അടുത്തത് പിന്നെ നിതിൻ ഗഡ്കരിക്കെതിരെ സമരം വരും. കാരണം ഈ രാജ്യത്ത് നാഷണൽ ഹൈവേ പല സ്ഥലത്തും ഇടിഞ്ഞു വീണിട്ടുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ തന്നെ പല ഹൈവേയുടെ നിർമ്മാണത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പാലങ്ങൾ ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഇതിലെ 10 വിഷയങ്ങൾ സൈറ്റ് ചെയ്തിട്ട് ഒരു വലിയ സമരം തുടങ്ങി കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നിതിൻ ഗഡ്കരിക്ക് ബുദ്ധിമുട്ടാകും, നിർമ്മല സീതാരാമന് ബുദ്ധിമുട്ടാകും.
അപ്പൊ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഉടനടി ഈ വിദ്യാഭ്യാസത്തിന്റെ ചുമതലയുള്ള മന്ത്രിയെ, ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ധർമ്മേന്ദ്ര പ്രധാൻ ബി ജെ പിക്ക് ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത ബി ജെ പിയിലെ ഒരു വലിയ വിഭാഗം നേതാക്കന്മാർക്കുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ RSS ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ബി ജെ പിയുടെ ഫീഡർ ഓർഗനൈസേഷൻസ് എല്ലാം ദുർബലപ്പെട്ടു. അത് ഉദാഹരണത്തിന് ABVP, അതല്ലെങ്കിൽ ഭാരതീയ മസ്ദൂർ സംഘ്, പിന്നെ വിശ്വ ഹിന്ദു പരിഷത്ത്. അപ്പം ഇങ്ങനെ ഫീഡർ ഓർഗനൈസേഷൻ ദുർബലപ്പെട്ടതാണ് ഇത്തരം സമരങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇതൊരു ലളിതമായ ഒരു പരീക്ഷാ വിഷയമില്ല. പരീക്ഷയുടെ നടത്തിപ്പ് മോശമാകുന്ന ലളിതമല്ല. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞ ആ ഒരു ഒറ്റ വിഷയത്തിൽ നിന്നും ബഹുമുഖ വിഷയങ്ങളിലേക്ക് ഈ സമരത്തിന്റെ പിന്നിലുള്ളതും ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കും. ഇപ്പോ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന RSS പ്രചാരകനും അതുപോലെ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടറുമായ R സഞ്ജയൻ, അദ്ദേഹം ഒരു പ്രസ്താവനയിട്ട് CBI ഈ വിഷയം അന്വേഷിക്കണമെന്നും ഇതിന്റെ പിന്നിലുള്ള ഒരു ഗൂഢാലോചനയെ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ വിഷയത്തിൽ പ്രതികരിച്ച ഏക RSS നേതാവ് സഞ്ജയ് ചേട്ടനായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന ഇന്നലെ പുറപ്പെടുവിച്ചായിട്ട് ദേശീയ തലത്തിൽ ദേശീയ മാധ്യമങ്ങളൊക്കെ അത് ഡൽഹിയിലൊക്കെ ക്യാരി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഇതിന് പിന്നിൽ പല ശക്തികളും നുഴഞ്ഞു കയറിയിട്ടുണ്ടാവും എന്നതിൽ എനിക്ക് സംശയമില്ല. അതങ്ങനെയാണ്. രാഷ്ട്രീയമാണെങ്കിൽ ഒരു വിഷയം ഉണ്ടായാൽ അത് ഉപയോഗിക്കാൻ പറ്റിയ രാഷ്ട്രീയ ശത്രുക്കളൊക്കെ അത് ഉപയോഗിക്കാൻ നോക്കും. അത് അവരുടെ ജോലിയാണത്. അത് മുൻകൂട്ടി കണ്ട് തടയേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അവര് ഇപ്രാവശ്യം അവർക്ക് അവരുടെ ദൗർബല്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിലെ രാഷ്ട്രീയമായിട്ട് നേരിടുന്നതിൽ പ്രധാനമന്ത്രിയുടെ ടീം വിജയിച്ചില്ല എന്ന് തന്നെ, പരാജയപ്പെട്ടോ എന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയത്തില്ല. കാരണം സോനം വാങ്ചുക്കിനെ പോലൊക്കെയുള്ള ആൾക്കാർ പെട്ടെന്ന് സമരത്തിൽ നിന്ന് പിന്മാറുന്നത്, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഏതെല്ലാം രീതിയിൽ ഈ സമരത്തിനോട് അനുകൂലിച്ചിരിക്കുന്ന ആൾക്കാർ വ്യത്യസ്തമായ പ്രതികരണങ്ങളായിട്ട് വരും എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം പല രീതിയിൽ ഈ സമരക്കാർ ഒട്ടും തന്നെ കൃത്യമായ ലക്ഷ്യബോധമുള്ളവരോ അതല്ലെങ്കിൽ ഒരു ദീർഘ സമരത്തെ പോലും നേരിടാൻ പറ്റുന്ന ആൾക്കാരല്ല. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല്, അഭിജിത്ത് ദീപ്കെ ഇടയ്ക്കിടയ്ക്ക് അസുഖം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയിൽ വിദ്യാഭ്യാസം ചെയ്ത് നല്ല AC മുറിയിലൊക്കെ ഇരുന്നിട്ടുള്ള ആൾക്കാരാണ് അഭിജിത്ത് ദീപ്കയും അതുപോലെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് വക്താവായിട്ടുള്ള എന്തൊരു ദാസ് ഉണ്ടല്ലോ, രാഹുൽ ദാസോ, അദ്ദേഹം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ വക്താവ്, അദ്ദേഹത്തിനും വെയിലത്ത് ഇറങ്ങി നടന്നാൽ ബോധം കെട്ട് വീഴുന്നൊക്കെയുള്ള തരം ശാരീരിക അസ്വസ്ഥതകൾ. അപ്പൊ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശേഷിയുള്ള ആൾക്കാരാണ് ഇവരൊന്നും എന്നെനിക്ക് ഞാൻ തോന്നുന്നില്ല. കാരണം സമരം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ഒരു ജനകീയ പ്രക്ഷോഭം ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒരു 2 ദിവസത്തെ ജനകീയ പ്രക്ഷോഭം കൊണ്ട് സർക്കാരിനെ ഒന്നും അട്ടിമറിക്കാൻ പറ്റത്തില്ല. കാരണം അത്ര വലിയ രാജ്യമാണ് അത്. BJPയുടെ ഒരു എക്കോ സിസ്റ്റവും അത്രയും വലുതാണ്. അതിനെ ഒന്നും ഒരു 2 ദിവസത്തെ സമരത്തിൽ അട്ടിമറിക്കാൻ ശ്രമിക്കാൻ പറ്റത്തില്ല. അത് അത്രയധികം ജനകീയ പിന്തുണയോടുകൂടി നടക്കുന്ന ഒരു പ്രക്ഷോഭത്തിന് മാത്രമേ സർക്കാരിനെ എതിർക്കാൻ പറ്റൂ. പക്ഷേ പ്രക്ഷോഭകാരികൾ ഒരു കാര്യത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വിമർശനത്തിന് അതീതനായ ഒരു വ്യക്തിയായിട്ടായിരുന്നു ഈ അടുത്ത കാലം വരെ നിലനിന്നിരുന്നത്. അതുപോലെ അദ്ദേഹം പറയുന്നത് അക്ഷരം പ്രതി സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യം. ഒന്നുമില്ലെങ്കിൽ ഒരു വലിയ വിഭാഗം BJP സപ്പോർട്ടേഴ്സിന്റെ ഇടയിൽ. പക്ഷെ അവിടെ ചില ചോദ്യങ്ങൾ ഇപ്രാവശ്യം ഉയർന്നിട്ടുണ്ട്. പല ആൾക്കാരെയും നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ഇതൊരു പ്രദേശത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിനെയോ മാത്രം സെക്ടേറിയൻ ആയിട്ടുള്ള ഒരു സമരമല്ല. ഇത് സമൂഹത്തിനെ മുഴുവൻ ബാധിക്കുന്ന ഒരു സമരമാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് രാഹുൽ ഗാന്ധി ആദ്യമായിട്ടാണ് ഒരു കൃത്യമായ രാഷ്ട്രീയ പ്രക്ഷോഭവുമായിട്ട് രംഗത്ത് വരുന്നത്. ഇതിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കാതെ, സർക്കാരിന് മനസ്സിലാവാത്ത വിധത്തിൽ ഈ പ്രക്ഷോഭത്തിലേക്ക് കടന്നു വന്നത് തന്നെ അതൊരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ സമരമാണ്. രാഷ്ട്രീയ സമരത്തിൽ ഏറ്റവും മിടുക്കനായ ആള് സമരത്തിൽ വിജയിക്കും. ഏറ്റവും ശക്തിയുള്ള സംഘടനാ സംവിധാനമുള്ള പാർട്ടി അതിൽ നിന്ന് നേട്ടം വരും. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു പക്ഷവും പിടിക്കുന്നില്ല. പക്ഷേ ശക്തി ആർക്കാണോ, ജോജീത വോയി സിക്കന്ദർ, ആള് ജയിക്കുന്നവൻ ആരാണോ അവനായിരിക്കും സിക്കന്ദറായിട്ട്. ഇസ്കന്ദർ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് അലക്സാണ്ടർ ആവുന്ന ചക്രവർത്തി അവനായിരിക്കും
എന്തായാലും ഇതൊരു വളരെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കുള്ള ഒരു കൗതുകകരമായ രാഷ്ട്രീയ പാഠമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന്റെ ഒരു തുടക്കമാണ്. വരും ദിവസങ്ങളിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എങ്ങനെ ഈ സമരത്തെ കൈകാര്യം ചെയ്തു എന്നുള്ളത് ബി ജെ പിക്കുള്ളിലെ ശാക്തിക സമതുലിതാവസ്ഥയുടെ ഒരു പുതിയ രൂപം നമുക്ക് കാണാൻ പറ്റും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അധികാരം പലർക്കായിട്ട് വിട്ടുകൊടുക്കേണ്ടി വരുമോ? അതിനൊക്കെയുള്ള മോദിയും അമിത്ഷായും അജിത് ഡോവലും ചേരുന്ന ഒരു ടീം, ആ ടീമിൽ നിന്നും അധികാരം ബി ജെ പിയുടെ മറ്റ് നേതാക്കന്മാരിലേക്കും പങ്കുവെക്കപ്പെടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഈ സമരം എങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളതിന്റെ ഒരു റിസൾട്ട് അതിനൊരു ഉത്തരം തരും. പക്ഷെ സമരക്കാർക്ക് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇതിലേക്ക് നുഴഞ്ഞു കയറുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ടാവും, അതുപോലെ നക്സൽ അതുപോലുള്ള ഇടത് വിഭാഗങ്ങളുണ്ടാവും. അവരുടെ അജണ്ട ഈ സമരത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സമരം വടക്കേന്ത്യയിൽ ജനപിന്തുണ നഷ്ടപ്പെടും. അതോടുകൂടി ഈ വീണ്ടും മോദി സർവശക്തനായിട്ട് വീണ്ടും മാറും. അത് അദ്ദേഹത്തിന് ഈ വരുന്ന ഇലക്ഷനെ നേരിടാനൊരു ആയുധമോ? ഇതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, കൂടുതൽ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വിശകലനത്തിന് വീണ്ടും സ്കോപ്പ് ഉണ്ട്. അത്തരം വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. നന്ദി.